ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പുതിയതായിട്ടൊരു വീട് പണിയുന്നുണ്ട്. സോ ആ ലൊക്കേഷനിലാണ് കേട്ടോ നിൽക്കണേ. ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നിങ്ങൾ പേടിക്കണ്ട. സോ ഇന്ന് ഞങ്ങൾ ആക്ച്വലി ഡാനിയുടെ ആധാർ എടുക്കാമെന്ന് എന്നാണ് വിചാരിക്കുന്നത്. സോ അതിനുള്ള അതിന് പോവാണ്, ആധാർ എടുക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവൻ്റെ ആധാർ എടുക്കാം. നമ്മളിത് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രയിലാണ്. അവിടെ ആക്ച്വലി കുട്ടികൾക്ക് ആധാർ അവർ ഫ്രീ ആയിട്ട് എടുത്തരും. നമുക്ക് വലിയ ഫീസൊന്നും അവരെടുക്കുന്നില്ല. നമുക്കാണെങ്കിൽ ഇത് ആക്ച്വലി ഓൺലൈനിൽ എടുക്കുമായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ റെഫർ ചെയ്തപ്പോൾ ഓൺലൈൻ എടുക്കാമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ഈ ഫോട്ടോ, ഫിംഗർ പ്രിൻ്റ് ഇതൊക്കെ എങ്ങനെയാണ്, പേരൻസിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇതൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക, അതൊന്നും എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായില്ല. അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചില്ല എന്ന് വേണം പറയാൻ. സോ നമ്മൾ അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള ഒരു ആധാർ നമ്മൾ ഈ ഇൻഫാൻസിന് ആധാർ എടുക്കുമ്പം ആക്ച്വലി പേരൻസിൻ്റെ ഇതായിട്ട് എനിക്ക് ഇത് വെച്ചിട്ടാണ് ആധാർ എടുക്കുക. അതായത് ഒരു പാരൻറ്റിൻ്റെ ഫാദർ ഓർ മദർ ആരുടെയെങ്കിലും ഒരാൾ ആധാർ ഡീറ്റെയിൽസും ഫിംഗർ പ്രിൻ്റും ഒക്കെ നമ്മൾ വെക്കണം. ഞങ്ങളുടെ കേസിൽ എഡ്വിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. എഡ്വിൻ്റെ ആധാർ ഡീറ്റെയിൽസും എഡ്വിൻ്റെ ഫിംഗർ പ്രിൻ്റാണ് വെച്ചത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോയിൽ ആക്ച്വലി ഇവൻ്റെ കണ്ണ് അതൊക്കെ മാക്സിമം ഒന്ന് ക്ലിയർ ആയാൽ മതി. പിന്നെ അവൻ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ടേക്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ കിട്ടി. എന്തിനാണ് ഈ ആധാർ എടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. കുട്ടികൾ ഒരു വയസ്സാവുന്നതിന് മുന്നേ ഒന്നോട് കൂടി എടുത്ത് വെക്കുന്നതാണ് നല്ലത്. ചിലർ പറയുന്നുണ്ട് 3 വയസ്സെന്ന്. എനിക്കതിനെ പറ്റി കറക്റ്റ് അറിയില്ല. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആധാർ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ എന്താവശ്യം വരികയാണെന്നുണ്ടെങ്കിലും ആധാർ വേണം. കുട്ടികൾക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലെയുള്ളത് നല്ലതാണെന്നുള്ള രീതിക്ക് കഴിഞ്ഞ് എഡ്വിൻ്റെ ഫിംഗർ പ്രിൻ്റ് കൊടുത്തു. എഡ്വിൻ്റെ ആധാറും എഡ്വിൻ്റെ ഫിംഗർ പ്രിൻ്റും ആവശ്യമുണ്ടായിരുന്നു. അതെടുത്തു. അത് കഴിഞ്ഞ് അവരുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് അല്ലേ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധാർ ഓൺലൈനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടേ അത് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. റെഡി ആയിട്ട് വരാൻ 1 മാസം പിടിക്കും. കാർഡായിട്ട് കിട്ടാൻ വീട്ടിലോട്ട് വരാനായിട്ട് 3 മാസം പിടിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. 1 മാസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ നമ്മുടെ വീട് പണി നടക്കുന്ന ലൊക്കേഷനിലോട്ട് വന്നു. നമ്മുടെ വീടിൻ്റെ വാർപ്പ് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. സോ അതുകൊണ്ട് അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ കുറച്ച് കാക്കകൾ വന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാനീനെ കയറ്റി കൊണ്ടുപോയതാണ്. എഡ്വിൻ ഡാനീനെ കയറ്റി കൊണ്ടുപോയതാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ചായ ഒന്നും കുടിക്കാതാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് നന്നായി വിശന്നു. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സ്നാക്ക് പോലെ എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ലാസ്റ്റ് അത് പോയി ബർഗറിലേക്ക് എത്തി. ഇത്തിരി ഹെവിയായി. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. സോ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.